നിബിതങ്ങൾക്ക് ക്ഷീണം ബാധിച്ചപ്പോ ശരീരത്തിൽ ക്ഷീണമുണ്ടെന്ന് മനസ്സിലായ സിദ്ദീഖ് തങ്ങള് ഹബീബായ നബിതങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബിയേ, അങ്ങക്ക് തളർച്ചയാണോ ക്ഷീണമാണോ? അങ്ങക്ക് ക്ഷീണമുണ്ട് നബിയേ, നടന്നിട്ട് കാൽപാദം വേദനിക്കുന്നുണ്ട് നബിയേ, അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തെ ഞാനൊന്ന് എന്റെ തോളിലേക്ക് എടുത്തു വെച്ച് നടന്നോട്ടെ നബിയേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് അങ്ങയുടെ ആ ശരീരം എടുത്തിട്ട് ഞാൻ എന്റെ തോളിലേക്ക് വെച്ചോട്ടെ നബിയേ. ചോദ്യം യാതൊരു മറുപടിയും കാണാതെ വന്നപ്പോ മൗനം സമ്മതമെന്ന ചിന്തയിൽ സിദ്ദീഖ് തങ്ങളുടെ തളർച്ച അങ്ങോട്ട് മാറ്റിവെച്ചിട്ട്, സിദ്ദീഖ് തങ്ങളുടെ ക്ഷീണം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ ഒരു കൊച്ചു കുട്ടിയെ തോളിലേക്ക് എടുത്തു വെക്കുന്നത് പോലെ സിദ്ദീഖ് തങ്ങൾ തോളിലേക്ക് എടുത്തു വെച്ചിട്ട് ചെങ്കുത്തായ പർവ്വതത്തിന്റെ മലമടക്കുകളിലൂടെ സിദ്ദീഖ് നടന്നു നീങ്ങിയ ആ ണ്ടല്ലോ, അവർണ്ണനീയമാണ്, അവർണ്ണനീയമാണ്, അവർണ്ണനീയമാണ്. ലോകത്തോട് വിട പറഞ്ഞ പ്രവാചകന്റെ ഭൗതിക ശരീരത്തിന്റെ ചുറ്റുഭാഗത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ട് പരിഭ്രാന്തരാക്കി ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയിട്ട് എന്റെ ഹബീബായ നബി തങ്ങൾ വഫാത്തായിട്ടില്ലടാ, എന്റെ റസൂലുള്ള മരിക്കൂലടാ, എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് ഏതെങ്കിലും ഒരു നാവുകൊണ്ട് ആരെങ്കിലും ചങ്കൂറ്റമുള്ള ഒരു ആൺകുട്ടി എന്റെ മുമ്പിൽ വെച്ചു പറഞ്ഞാൽ വല്ലാഹി വല്ലാഹി അവന്റെ കഴുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞ് വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ട് അതാ മിന്നിത്തിളങ്ങുന്ന പടവാളും പിടിച്ച് വെള്ളപ്പുടവ കൊണ്ട് മൂടപ്പെട്ട പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ചുറ്റുഭാഗത്ത് ഓടി നടന്ന് പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് എന്ത് ചെയ്തുകൊണ്ട്, എന്ത് പറഞ്ഞുകൊണ്ട്, എന്ത് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കണമെന്നറിയാതെ സ്വഹാബത്ത് പരിഭ്രാന്തരായി നിൽക്കുമ്പോ അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുമ്പിലേക്ക് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് ഊരിപ്പിടിച്ച വാളുമായിട്ടാ ഉമർ ജനാസയ്ക്ക് ചുറ്റുഭാഗത്ത് ഓടി നടക്കുന്നത്. ശാന്തനായ സ്വഭാവക്കാരനായ ഹാർട്ട് പറിച്ചെടുക്കുന്ന വേദന അനുഭവിക്കുന്ന അമീറുൽ മുഅ്മിനീൻ പതുക്കെ കയറി വന്നിട്ട്